ലോകമന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഹോളിലായിരിക്കുന്ന ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന സകലരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു അനുദിനം നമ്മളോട് സംസാരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മളുടെ കൂടെയുണ്ട്. കർത്താവ് അനുദിനം നമ്മളോട് സംസാരിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും നമ്മളെ തന്റെ വചനത്താൽ പണിതുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ, ദൈവം എങ്ങനെയാണ് പണിതെടുക്കുന്നത്, അത് ഞാൻ മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നു. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. ദൈവത്തിന്റെ വലിയ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. കാരണം ദൈവവചനം പറയും നമ്മൾ ഉറങ്ങുകയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുക വിശ്വാസികളോട്, അതുകൊണ്ട് കുഞ്ഞെ നീ മരിച്ചവരുടെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങാതെ നീ എഴുന്നേക്ക. കാരണം ലോകത്തിൽ നമ്മളുടെ ചിന്തയിൽ നമ്മൾ എലയുക, പക്ഷെ ദൈവരാജ്യത്തിൽ നമ്മൾ മരിച്ചു കിടക്കുന്നവരൊക്കെ ഉറങ്ങുന്നതിന് തുല്യമാണ് മരിച്ചവരുടെ കൂട്ടത്തിൽ കിടന്നുകൊണ്ട്. ദൈവരാജ്യത്തിൽ ആക്റ്റീവ് അല്ല. അപ്പോൾ ഈ നാളുകളിൽ നമ്മളെ ദൈവരാജ്യത്തിൽ ആക്റ്റീവ് ആക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശ്രമിക്കുകയാണ്. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അകത്തുണ്ടായ ഒരു ഭാരം, എന്റെ അകത്തുള്ള ഒരു ഭാരം മറ്റു 2 ദൈവദാസന്മാര് തമ്മിൽ ഷെയർ ചെയ്യാനിടയായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കർത്താദാസൻ പാസ്റ്റർ ഷൈജുവിന്റെ കൂടെ വീട്ടിലേക്ക് ഒരു ദൈവദാസൻ വന്നു, പാസ്റ്റർ റോയി. അദ്ദേഹത്തോട് കുറച്ചു നേരം അദ്ദേഹത്തിന്റെ വിഷൻ എന്നോട് ഷെയർ ചെയ്ത് തുടർന്ന് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സഭയുണ്ട്, ആ സഭയോട് ദൈവവചനം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ദേവദാസനെ അങ്ങ് പറയുന്നത് പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നില്ല ജനത്തില്, ഒരു മാറ്റം ജനത്തിൽ കാണുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യവും. എന്നാൽ ഈ സമയം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരു പ്രാവശ്യം പാസ്റ്റർ ബാബു ചെറിയാന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു. അന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം, നമ്മളുടെ ടീച്ചിങ് ഒക്കെ അറിയാവുന്ന വ്യക്തിയാണ്, ഈ ടീച്ചിങ്ങിലേക്ക് ഇതിനനുസരിച്ച് മാനസാന്തരപ്പെട്ട് കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, കുറച്ച് ആളുകൾ പല ദേശങ്ങളിലായിട്ട് ഉണ്ട്, എന്നാൽ എല്ലാവരും ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ അദ്ദേഹം ഷാർജയില് കഴിഞ്ഞ ഒരു 2-3 മാസം ഒരു മീറ്റിംഗിൽ കടന്നു വന്നു. അതിന് പ്രസംഗം കയറുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കാണുവാനിടയായി. ഞങ്ങള് ആ ഹോളിന്റെ മുമ്പിൽ മാറി 2 പേരും ഒരേ ചെയറിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ നേരം സംസാരിച്ചു പ്രസംഗത്തിന് മുമ്പ്. ഈ സമയം അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു, ഈ ജനത്തെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? എത്ര പ്രസംഗിച്ചിട്ടും ഈ ജനം മാറുന്നില്ല. എങ്ങനെ ഇവരെ മാറ്റാൻ പറ്റും? ജനത്തിന്റെ അകത്തളങ്ങളിൽ മാറ്റമില്ല, പകരം ഇതാ ഒരു പുതിയ പട്ടുസാരി കിട്ടി, ഇതാ പഴയ പട്ടുസാരിയുടെ മുകളിൽ ഒരു പുതിയ പട്ടുസാരി ഇട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് മാറ്റമില്ല. ഈ പുതിയതൊന്ന് അഴിച്ചാൽ അകത്ത് പഴയത് കാണാം. അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇല്ല. ഒരു ട്രെയിനിങ് പോലെയാണ് അധികം പേരും പോകുന്നത്, മാറ്റമില്ല. പണ്ട് പറയാറില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇതാ കുഞ്ഞുങ്ങളെ അമ്മമാര് ഈ യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഇതാ അവർക്ക് പാമ്പേഴ്സ് കെട്ടിക്കൊടുക്കും. പാമ്പേഴ്സ് വൃത്തികേടായാൽ ഇതാ അത് മാറ്റി ക്ലീൻ ചെയ്ത് പുതിയ ധരിപ്പിക്കണം. പകരം ഇതാ നമ്മളുടെ അകത്തെ ചീത്തയായ തിന്മ നിറഞ്ഞ ആ കണ്ടാൽ ഫ്ലഷ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് പോലെയുള്ള സ്വഭാവം, ആ സ്വഭാവം കളയണതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നേ? പുതിയതിനെ കേൾക്കുന്നത് എടുത്ത് ധരിക്കാൻ പോവുക.
പുതിയത് കേൾക്കുക, ഇങ്ങനെ ചെയ്യണം, ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ധരിക്കാൻ പോവുക. അതിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവം മാറത്തില്ല. അതിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം, ഈ ജനത്തെ എങ്ങനെ നാം മാറ്റും? ഇവിടെയാണ് നാം ക്രിസ്തുവിന്റെ മെത്തേഡ് എടുക്കേണ്ടത്. ഞാൻ കയറി വന്നപ്പോ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു സ്വരമാണ് ട്രൂ ചർച്ച്. ട്രൂ ചർച്ച്, ട്രൂ ചർച്ച്, സത്യ സഭ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സത്യമണവാട്ടി. സത്യമണവാട്ടി. ഈ സത്യമണവാട്ടിയെ ചേർക്കാനാണ് കർത്താവായ യേശു വരുന്നത്. സത്യമണവാട്ടിയെ ചേർക്കാൻ. ശ്രദ്ധിക്കാൻ, നമ്മളെല്ലാം മണവാട്ടി സഭയിലെ അംഗങ്ങളാണ്. യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും മണവാട്ടി സഭയിലെ അംഗങ്ങളാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ. ശ്രദ്ധിച്ചാട്ടെ, തിരുവചനത്തിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സഭയിൽ പുരുഷന്മാരും സ്ത്രീകളും എങ്ങനെ ജീവിക്കണം നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് യേശുവിന്റെ മെത്തേഡ് നാം ഉപയോഗിക്കാനിടയാകണം. സത്യസഭ, ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എങ്ങനെ അറിയാം ഒരു ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ? എങ്ങനെ അറിയാം? നിങ്ങളുടെ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ അറിയാം യഥാർത്ഥ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ? ഇത് ആരുടെ ബോഡിയാണെന്നറിയാമോ? ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല, ഇത് ബോഡി ഓഫ് ബിജു ആണ്, അല്ലേ? ഇത് ബോഡി ഓഫ് ബിജു ആണ്. ഈ ബോഡി ഓഫ് ബിജു എത്ര നാൾ ഇവിടെ മൂവ് ചെയ്യുമെന്നറിയാമോ? കുറച്ചു നാളും കൂടി ഇവിടെ മൂവ് ചെയ്യാതിരിക്കാം ദൈവം അനുവദിക്കുന്നെങ്കിൽ, അത് കഴിഞ്ഞാൽ ബോഡി ഓഫ് ബിജു പ്രവർത്തനം നിർത്തും. ബിജു മരിച്ച് പോകും, ആമേൻ, തന്റെ ശാശ്വത ഭവനത്തിലേക്ക്. അപ്പൊ ബോഡി ഓഫ് ക്രൈസ്റ്റ് പ്രവർത്തനം നിർത്തി. ബോഡി ഓഫ് ബിജു പ്രവർത്തനം നിർത്തി. ഇതേപോലെ ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഉണ്ടായിരുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് യേശു ഉപയോഗിച്ചിരുന്ന ബോഡി. മനസ്സിലായോ? ആ യേശു ഉപയോഗിച്ചിരുന്ന ബോഡി ഇതാ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ബോഡി പ്രവർത്തനം നിർത്തി. തുടർന്ന് യേശു പോകുന്നതിന് മുമ്പ് യേശു വേറെ ബോഡി ഉണ്ടാക്കിയിട്ടാ പോയേ. യേശു വേറെ ബോഡി ഉണ്ടാക്കി. ആ ബോഡിയാണ് തന്റെ സഭ. ആ ബോഡിയാണ് തന്റെ സഭ. ഗ്ലോറി. അപ്പോ ആ സഭയിലൂടെയാണ് യേശു പ്രവർത്തിക്കുന്നത്. യേശു ഒരു മണവാട്ടിയെ ഉണ്ടാക്കിയിട്ടാ പോയിരിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? യേശു ഒരു മണവാട്ടിയെ ഉണ്ടാക്കിയിട്ടാ പോയിരിക്കുന്നേ. ദൈവത്തിന്റെ വചനം പറയുക, വിവാഹം കഴിച്ചവർക്കറിയാം. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ദേവദാസന്മാർ വായിച്ചു വചനത്തിൽ നിന്ന്. ഇനി ഇവർ ഇരുദേഹമല്ല, ഇനി ഇവർ ഒരു ദേഹമാണ്. ഇനി ഇവർ 2 ബോഡിയല്ല, ഭാര്യയും ഭർത്താവോ, ഇനി ഇവർ ഒരു ബോഡിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഇനി ഒരു ബോഡിയാ. എന്തുകൊണ്ട് ഈ ഒരു ബോഡി എന്ന് പറയാൻ കാരണം, ഇതാ യേശുവിന്റെ ഭൂമിയിൽ ഉപയോഗിച്ചിരുന്ന ബോഡി ഇതാ ഇപ്പോൾ പ്രമോഷൻ കിട്ടി, ഇതാ സ്വർഗത്തിലേക്ക് മാറി. എന്നാൽ യേശുവിന്റെ ബോഡി ഇന്ന് ഭൂമിയിലുണ്ട്. യേശുവിന്റെ ബോഡി ഇന്ന് ഭൂമിയിലുണ്ട്. അതാണ് സഭ. എങ്ങനെ അറിയാം അത് സത്യസഭയാണോ അതോ സത്യമല്ലാത്ത സൂത്രപ്പണി ഫോൾസ് ആണോ എന്ന്? ഇതാ ബിജുവിന്റെ ബോഡി ആണോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. ബിജുവിന്റെ ബോഡി ആണെങ്കിൽ ബിജുവിന്റെ ബോഡി ഇപ്പൊ ചെയ്യുന്നതായിരിക്കും ബിജുവിന്റെ ബോഡി ഇനിയും ചെയ്യാൻ പോണേ. യേശുവിന്റെ സത്യസഭയാണെങ്കിൽ അത് ഇങ്ങനെ അറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്താണോ ചെയ്തത് അത് തന്നെയായിരിക്കും ഇന്നും യേശുവിന്റെ ബോഡി ചെയ്യാൻ പോണേ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. യേശുവിന്റെ ബോഡി എന്താണോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് അത് തന്നെ ആയിരിക്കും യേശുവിന്റെ ബോഡി ഇപ്പോഴും ചെയ്യുന്നത്. ഒരേ ലക്ഷ്യമായിരിക്കും.
ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ നമുക്കറിയാൻ പറ്റും ഞാൻ യേശുവിന്റെ ബോഡിയാണോ, ബോഡിയിലെ ഭാഗമാണോ, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ഞാൻ ആ ക്രിസ്തു ചെയ്തതാണോ എന്റെ ജീവിതത്തിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ യേശുവിന്റെ ആ ബോഡിയിലെ ഒരംഗമാ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ട്രൂ ആയിട്ടുള്ള ഒരു വൈഫാ, കാന്തയാ. ഗ്ലോറി. അല്ല, ഞാൻ അതല്ല ചെയ്യുന്നത്. എന്റെ വാക്കില് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഓ, ഞാൻ ഇന്ന് യേശുവിന്റെ ബോഡിയില എന്നൊക്കെ പറയാ. എന്നാൽ ഹൃദയം അവിടെ അല്ലെങ്കിൽ ദൈവം പറയൂ, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാ. ചെറു വാക്ക് മാത്രമേ ഉള്ളൂ, കഴമ്പൊന്നുമില്ല ഇതിന്. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, എല്ലാവരും സ്വന്തം കാര്യം അന്വേഷിക്കുന്നേ, യേശുവിന്റെ കാര്യം അന്വേഷിക്കുന്നവൻ ആരുമില്ല. ഗ്ലോറി, ഹല്ലേലൂയ. സഹോദരങ്ങൾ, ഇത് ചുമ്മാ കേട്ടിരിക്കാനുള്ളതല്ല. ഈ ശബ്ദത്തിൽ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത്, ശരിയായിട്ട് ഞാൻ ഒരു സത്യത്തിൽ യേശുവിന്റെ കാന്തയാണോ, അതോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പാണോ? സത്യത്തിൽ ഞാൻ യേശുവിന്റെ കാന്തയാണോ? ഇതാ ശ്രദ്ധിച്ചേ, വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. 2 കൊരിന്ത്യർ 11 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലൻ ശരിക്കും പറഞ്ഞാൽ ദല്ലാളുപള്ളി പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനുമായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എമ്മേ, 2 കൊരിന്ത്യർ ചാപ്റ്റർ 11 പറയുന്ന ഒരു കാര്യമാ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനുമായി, എത്ര പുരുഷനുമായി? ഏക പുരുഷനായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പക്ഷെ ഞാൻ ഭയപ്പെടുകയാ, കാരണം കല്യാണം നടക്കുന്ന കാര്യം സംശയ. കാരണം നിങ്ങളുടെ ദർശനവും വിഷനും നിങ്ങളുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ യേശു അല്ല നിങ്ങളുടെ ഭർത്താവ്, ഈ ലോകവും ലോകത്തിന്റെ ഭരണാധികാരിയായ പിശാചുവാണെന്ന് തോന്നിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? ഏമേ, അങ്ങനെ ആകരുത്. കാരണം ഇതാ അവന്റെ പുറകെ പോകുന്ന ഒരു പോക്ക. വിവാഹം നടക്കുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം ഇതാ ഹവ്വയെ പറ്റിച്ച സർപ്പം ഇന്നും ഭൂമിയിലുണ്ട്. ഹവ്വയെ ഉപായത്തിലാ പറ്റിച്ച് നിങ്ങളെയും അങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു. അത് വിവാഹം നടക്കുമെന്നുള്ള കാര്യം സംശയമാണ്. ഇവരെ എഴുതിയിരിക്കുകയാണ്, ഇതാ എന്നാൽ ഞാൻ നിങ്ങളെ കുറിച്ച് 11:2 ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ. ഇങ്ങനെ എരിയുന്ന ദൈവദാസന്മാരെ ഈ ശബ്ദപരിധിയിലുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. എന്നാൽ അനേക ദൈവദാസന്മാർ എരിയുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ പോക്കറ്റിന് വേണ്ടി. അമ്മേ, അങ്ങനെയുള്ളവരെ കിട്ടിയാൽ നിങ്ങളുടെ നാശം. ഗ്ലോറി. എന്നാൽ ഇതേപോലെയുള്ള ദൈവദാസന്മാർ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങൾ നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആമേൻ, ഹല്ലേലൂയ. സർപ്പം ഉപായത്തിൽ ചതിച്ചു. ഇതാ ചിന്ത, ഇതാ ലോകത്തിലെ ഇതാ ഒരു ആപ്പിളിലേക്ക് കൊണ്ടുവന്നു. ദൈവം എന്ത് നിഷേധിച്ചോ അതിലേക്ക് കൊണ്ടുവന്നു. അമ്മേ, ദൈവം അവിടെ എന്താ നിഷേധിച്ചത്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് ലക്ഷത്തിന്റെ ഫലം തിന്നരുത്. മനസ്സിലായോ? ദൈവം ഇവിടെ എന്താ നിഷേധിച്ചേക്കണേ? പുതിയ നിയമസഭയ്ക്ക് എന്താ നിഷേധിച്ചത്? ലോകത്തെയോ ലോകത്തിനുള്ളതിനെയോ സ്നേഹിക്കരുത്. ഇതാ രണ്ടും ഒന്ന് തന്നെ. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. ആരാ ലോകത്തിന്റെ പ്രഭു? പിശാച്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ ശ്രദ്ധിച്ചേ, ഞാനിപ്പോ ഇതാ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്യക്തമായ ബോധമുണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഇത് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പലരുടെയും ഉള്ളത്തിൽ ഈ വചനം വീഴുന്നതേയില്ല, ഒഴുകി വെളിയിലേക്ക് പോവുക. ഇത് ഈ വെള്ളം ഞാൻ ഒഴിക്കുമ്പോ ചുമ്മാ വെളിയിൽ ഒഴിക്കുന്നത് പോലെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആർക്കാ നഷ്ടമെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ? അവരവർക്ക് തന്നെയാ നഷ്ടമുള്ളേ.
മനസ്സിലാവുന്നുണ്ടോ? ഈ ശരീരത്തിൽ ജീവൻ തരുന്ന നാൾ വരെയും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഹല്ലേലൂയ, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുന്നു. കാരണം എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഹൃദയത്തിലെടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് കളയണമെങ്കിൽ കളയാം. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇത് പുറത്തേക്ക് കളയണമെന്ന്. ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല സഹോദരന്മാരെ, നിങ്ങൾ ഇതാ വേറൊരു പുരുഷനെ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ശത്രുവിനെ ഇതാ നിങ്ങൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സ്ത്രീയെ നിങ്ങളുടെ ശത്രുവിനെയും പൂജിച്ചുകൊണ്ട് ശത്രുവിന്റെ പുറകെ ഓടി നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എത്ര വിവാഹ നിശ്ചയം കഴിയുമെന്ന് പറഞ്ഞാലോ നിങ്ങളാ സ്ത്രീയെ വിവാഹം കഴിയുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഏമേ, ഇതുപോലെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഭയപ്പെടുകയാ ആ വിവാഹം നടക്കുമോ എന്നുള്ള കാര്യം. ഇതാ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മള് ധൂർത്തപുത്രന്റെ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഇതാ ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു എന്നും ആ 10 ദ്രഹ്മയിൽ ഒന്ന് കാണാതെ പോയെന്നും അത് കണ്ടു കിട്ടുവാനായിട്ട് അവള് ചൂലെടുത്തും വിളക്കെടുത്തും അടിച്ചു വാരിയത് കേട്ടിട്ടുണ്ട്. അത് ചില ദേവദാസന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇതാ ഇസ്രായേലിൽ നടന്നിരുന്ന വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണത് പറയുന്നത്. വിവാഹ നിശ്ചയ നാളിൽ പുരുഷൻ ഈ സ്ത്രീയുടെ വിശ്വസ്തത ഒന്ന് മനസ്സിലാക്കിയിട്ടേ ഈ സ്ത്രീ വിവാഹം കഴിക്കത്തുള്ളൂ. വിവാഹ നിശ്ചയ നാളിൽ ഈ സ്ത്രീക്ക് കൊടുക്കുന്നതാണ് ഈ 10 ദ്രഹ്മ. 10 ദ്രഹ്മ ഈ സ്ത്രീക്ക് കൊടുത്തിട്ട് ഈ പുരുഷൻ കടന്നു പോകും. തിരിച്ച് അത് വിവാഹ നിശ്ചയ നാളിലാണ്. തുടർന്ന് ഈ സ്ത്രീ അത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ സ്ത്രീ അത് സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഈ സ്ത്രീയുടെ അവിശ്വസ്തതയാണ് അവിടെ കാണുന്നത്. ഒരിക്കലും ആ പുരുഷൻ ഈ സ്ത്രീ വിവാഹം കഴിക്കത്തില്ല. ഇതേപോലെ തന്നെ ഇതാ സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മളെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസ്തരായിരുന്നാലേ സ്വർഗത്തിലെ ദൈവം ആ വിവാഹ ശുശ്രൂഷയിലേക്ക് തന്റെ മകനായ യേശുവിന്റെ വിവാഹ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ. അല്ല ഇത് വെറും കളിപ്പീര് പരിപാടിയാണെന്നും എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു ദൈവമാണെന്നും അതുകൊണ്ട് നിന്റെ ഇഷ്ടം അങ്ങൊക്കെ തരൂന്നൊക്കെ നമ്മളുടെ ഒരു ചിന്തപ്പാടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ഇതാ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ഇതാ കാന്തനും കാന്തയുമാണ്. കാന്ത എന്ത് ചെയ്യണമെന്നറിയാമോ? കാന്ത തന്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട് ഇതാ കാന്തന്റെ ഇഷ്ടത്തോട് അനുരൂപപ്പെടുവാനായിട്ട് ഇടയാകണം. ഇതാണ് പുതിയ നിയമത്തിലുള്ളത്. ഇതാ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇത് നാം മനസ്സിലാക്കാതെ ചുമ്മാ കിടന്ന് ഓടിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. വ്യക്തമായി സത്യസഭയിലെ അംഗങ്ങളാകണം. ട്രൂ മണവാട്ടിയായി തീരണം. ട്രൂ മണവാട്ടി അല്ല എങ്കിൽ പ്രിയരെ വിവാഹത്തിന് നാം എടുക്കപ്പെടത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് വിളിക്കപ്പെട്ടവർ അനേകരാ, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. 10 കന്യകമാരാണ് വിളക്കെടുത്ത് ഇറങ്ങിയത്. 10 കന്യകമാരാ ഇറങ്ങിയത്. 5 പേർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, 5 പേർക്ക് ബുദ്ധിയില്ലായിരുന്നു. ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ ഒരുങ്ങിയില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുന്നേ, എന്തുകൊണ്ട് വിശേഷോ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്നേ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കുറെ എണ്ണങ്ങളുണ്ട്. എന്നാൽ ഇതാ എപ്പോഴും മണവാളന് വേണ്ടി കാത്തിരുന്ന് മണവാളന്റെ ഹൃദയം പ്രാപിച്ചിരിക്കുന്നവർ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. വ്യക്തമായിട്ട് ഉള്ള കാര്യം ആ സീരീസ് പറയാ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഒരു നമ്മൾ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം അറിയാമോ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ഗ്ലോറി, മണവാളന്റെ മനസ്സായിരിക്കണം മണവാട്ടിക്ക്. ഗ്ലോറി, മണവാളന്റെ മനസ്സായിരിക്കും. Corinthians chapter 2 verse last word. അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരായിരിക്കണം. ഗ്ലോറി, ആര്? മണവാട്ടി. മണവാട്ടിക്ക് ആരുടെ മനസ്സാ വേണ്ടേ? മണവാളന്റെ മനസ്സ് ആവശ്യമാണ്. മലയാളം ട്രാൻസ്ലേഷനെ പോലെ ഒരു പൊട്ട തെറ്റ് അവിടെ വേറെ ഒന്നുമില്ല. അവിടെ എഴുതിയിരിക്കുക യേശുവിനെ പഠിപ്പിക്കണമെന്നൊക്കെ എഴുതി വെച്ചേക്കണേ അവിടെ. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാണ്, കർത്താവിനെ പഠിപ്പിക്കുന്നവൻ ആരെന്നൊക്കെ എഴുതി വെച്ചേക്കണേ. തെറ്റാണത്. തെറ്റല്ല, അതല്ല ശരി. ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് നോക്ക്. For who has known the mind of the Lord? ആർക്കാണ് ഇതാ യേശുവിന്റെ കർത്താവിന്റെ മനസ്സറിയാവുന്നത്? അവർ എഴുതി വെച്ചിരിക്കുക. പിന്നെ എഴുതിക്കുക that he should instruct him. മണവാളൻ അവനെ ഒന്ന് ഉപദേശിക്കേണ്ടതിന്, മണവാളൻ ആ മണവാട്ടിയെ ഒന്ന് ഉപദേശിക്കേണ്ടതിന്. ക്രിസ്തുവിന്റെ മനസ്സ്
ഉണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ നമ്മൾ ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആ കാഴ്ചപ്പാട്, ആ ദർശനം നമുക്കുണ്ടെങ്കിലേ യേശു നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഇപ്പോൾ ഒരു പ്രൊജക്ട് നടക്കുക, പ്രൊജക്ട് മാനേജറുടെ വിഷൻ ഉണ്ടെങ്കിലേ, തൊഴിലാളികൾക്ക് ഉണ്ടെങ്കിലേ പ്രൊജക്ട് മാനേജർ പറയുന്നത് തൊഴിലാളികൾക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതാ വലിയൊരു ബിൽഡിംഗ് കെട്ടുകയാ. പ്രൊജക്ട് മാനേജർ എന്ത് ചെയ്യും? ഇവരെയൊക്കെ വിളിച്ചു കൂട്ടി, എഞ്ചിനീയേഴ്സിനെയും ഫോർമാൻമാരെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട്, ഇതാ നമ്മൾ പണിയാൻ പോകുന്ന ബിൽഡിംഗ് ഇതാണ്, നിങ്ങൾ കണ്ടോ? അപ്പൊ അവർക്ക് പിടുത്തം കിട്ടി, വിഷൻ ഇതാണ്, ഓ ഇതാണ് നമ്മൾ പണിയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഒരാളോട് പറയും നീ ഒരു കാര്യം ചെയ്യണം, നീ ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരാൾ പറയും നീ കാർപ്പൻട്രിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേറൊരാൾ പറയും നീ അലൂമിനിയത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേറൊരാളോട് പറയും നീ ഇത് പർച്ചേസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ആയി കഴിഞ്ഞു. ഇതേപോലെ തന്നെ ക്രിസ്തുവിന്റെ സഭയില് ഇതാ ആ മണവാളന്റെ മനസ്സ്, ആ ദർശനം നാം പ്രാപിക്കണം. പ്രാപിച്ചിട്ട് നമ്മുടെ പാർട്ട് മനസ്സിലാക്കണം. ഗ്ലോറി. എന്നിട്ട് നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യണോ? നമുക്ക് മണവാളന്റെ മനസ്സ് അറിഞ്ഞുകൂടെങ്കിൽ, മണവാളന്റെ അലൂമിനിയത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കൂ ഇതാ കൊച്ചിയിലെ അലൂമിനിയത്തിന്റെ കാര്യമായിരിക്കും പറഞ്ഞത്. കാരണം നമ്മുടെ ചിന്തയിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് കിടക്കുക. പത്രോസ് പറഞ്ഞു ഞങ്ങളെല്ലാം വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടും? മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നമുക്ക് എന്നാ കിട്ടും പറഞ്ഞ് അന്വേഷിച്ചിരിക്കുകയാ. എന്നാൽ യഥാർത്ഥ ഭാര്യ, യഥാർത്ഥ മണവാട്ടി എന്ന് പറഞ്ഞാൽ ഇതാ ഭർത്താവിന്റെ ആ വിഷൻ, ആ സിറ്റീസ് ഏറ്റെടുക്കുകയാണ്. ഗ്ലോറി. ആ സിറ്റീസ് ഏറ്റെടുക്കുകയാ. എന്നിട്ട് തുടർന്നുള്ള ജീവിതം എന്തിനു വേണ്ടിയാ? തുടർന്നുള്ള ജീവിതം ആ ഭർത്താവിന്റെ വിഷൻ നിറവേറ്റാൻ വേണ്ടിയാ. ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ ഇത് ക്രിസ്തുവിനെ സംബന്ധിച്ചാ പറഞ്ഞത്. ദൈവത്തിന്റെ വചനം പറയുന്നു ഞാനിത് ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ച് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇതാണ് ട്രൂ, അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. നമ്മളെ ക്രിസ്തുവിന്റെ മനസ്സില്ല, നമുക്ക് വേറൊരു മനസ്സാണ് എങ്കിൽ നമ്മൾ ഈ ക്രിസ്തുവിന്റെ പണിക്കൊന്നും പോകത്തില്ല. ഗ്ലോറി. ക്രിസ്തുവിന്റെ പരിപാടിക്കൊന്നും പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു സഹോദരനെ വഴക്ക് പറഞ്ഞു. കാരണം നമ്മൾ എല്ലാ ദിവസവും യൂട്യൂബിൽ ഇതാ മെസ്സേജ് അപ്ലോഡ് ചെയ്തിട്ട് അത് ഫേസ്ബുക്കിൽ ലിങ്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഒരേ കൃപയാ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഈ സഹോദരൻ മെസ്സേജ് ലൈക്ക് ചെയ്ത് വിടുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിടുകയാണ്. ഞാൻ അവസാനം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഒരിക്കലും നമ്മളോട് സുവിശേഷം ഇഷ്ടപ്പെടാൻ പറഞ്ഞില്ല, സുവിശേഷം അറിയിക്കാനാ പറഞ്ഞു. മനസ്സിലായോ? സുവിശേഷം അറിയിക്കാനാ പറഞ്ഞു. അതുകൊണ്ട് സഹോദര, നിന്റെ ഒരു ക്ലിക്ക്, ഒരു ഷെയർ എന്ന് പറഞ്ഞ ഒരു ക്ലിക്ക് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട് അതിന്റെ അടിയിൽ. നീ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിന്റെ ആ സറൗണ്ടിങ്ങിൽ 500 പേരുണ്ടെങ്കിൽ 500 പേർക്ക് നീ ആ സുവിശേഷം അറിയിക്കുകയാണ്. അതുകൊണ്ട് ചുമ്മാ സുവിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ സുവിശേഷം ഷെയർ ചെയ്യാൻ. കാല് വയ്യാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കാലും വയ്യ, നിങ്ങളുടെ നാവും വയ്യ, ഇതാണ് പരിപാടി. മനസ്സിലായോ? അല്ല, നിങ്ങൾക്ക് കാലും ആരോഗ്യമുണ്ട്, നാവിനും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ പോയി ദൈവവചനം ഷെയർ ചെയ്യുക, ക്രിസ്തുവിന്റെ മാർഗം അറിയിക്കുക, മണവാളിന്റെ മാർഗം അറിയിക്കുക. അല്ല എങ്കിൽ കാലും വയ്യ എന്നാൽ നിങ്ങൾക്ക് നാവും വയ്യ എങ്കിൽ ഇതാ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളത് ഷെയർ ക്ലിക്ക് ചെയ്യുക. ഗ്ലോറി. എന്നാൽ അതിന്റെ കൂടെ അഡീഷണൽ കാലുണ്ട്, അതോടൊപ്പം തന്നെ നാവുണ്ട്, നിങ്ങൾ അറിയിക്കുക, അതോടൊപ്പം തന്നെ ഇത് ഷെയറും ചെയ്യുക. ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി തീരും. ഗ്ലോറി. എന്നാൽ ക്രിസ്തുവിന്റെ ഒരു മനസ്സും ഇല്ലാതെ ലോകം അന്വേഷിച്ച്, ലോകത്തിന്റെ ഇമ്പങ്ങൾ അന്വേഷിച്ച്, ലോകത്തിന്റെ പാർക്കുകൾ അന്വേഷിച്ച്, ലോകത്തിന്റെ ഫാന്റസി അന്വേഷിച്ച്, ലോകത്തിന്റെ സുഖങ്ങൾ അന്വേഷിച്ച് ഈ ഭർത്താവിനെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന സഭയെ നിങ്ങൾ തള്ളപ്പെടും. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക. ആ യേശുവിന് വേണ്ടി ജീവിക്കേ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി രക്തമൂറ്റി തന്ന് കാൽവരിയിൽ മരിച്ചത് നമ്മളെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗീയ ഭവനത്തിൽ ചേർക്കാനാ. ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ യേശുവിന് വേണ്ടി ജീവിക്കാൻ, ആ ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ, ആ കാന്തിന് വേണ്ടി ജീവിക്കാൻ ഒരു സത്യസഭയായി തീരെ. കർത്താവിന്റെ വചനം പറയാ, കുഞ്ഞെ വെറുതെ ഇങ്ങനെ കിടന്ന് ഓടല്ലേ, ഓടുന്നുവെങ്കിൽ ജയം പ്രാപിക്കാൻ തക്കവണ്ണ ഓട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ദേവദാസൻ മുമ്പ് സംസാരിച്ച വചനം നിങ്ങൾ കേട്ടോ? അരിപ്പയുടെ കാര്യം കേട്ടോ? എന്തേ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങളെ സുഖിപ്പിക്കാതെ
ഓ, അമേരിക്കയിൽ നിന്ന് ജോൺസൺ വന്നിട്ടുണ്ട്, ഇന്ന് ജോൺസൺ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. ജോൺസൺ എഴുന്നേക്കൂ, ആ ബഹ്റിനിലേക്ക് ഇതാ ശാരദ പോകാൻ പോകുന്നു, ശാരദയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നേ? കാരണം പൗലോസ് എരിയുക, ക്രിസ്തുവിന്റെ എരിവോടെ എരിയുക, നിങ്ങളെ കുറിച്ച് എരിയുക. നിങ്ങൾ ആര് തീ പോയി കിടന്ന് നശിക്കാൻ ഇതാ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗ്ലോറി, ഹല്ലേലൂയ. കുഞ്ഞേ, അകത്ത് എന്താണെന്നുള്ളത് വായ് തുറക്കുമ്പോഴും വാക്കുകളിലൂടെയും വെളിപ്പെടും. ഗ്ലോറി, നമ്മൾ കണ്ടില്ലേ കുപ്പിക്കകത്ത് ആ ചുമന്ന ദ്രാവകവും കറുത്ത ദ്രാവകവും. ദൈവവചന ക്ലാസ്സിന് വരാത്തവർക്ക് ഒന്നും കാണാനുള്ള യോഗ്യതയോ ഒന്നുമില്ല. ഗ്ലോറി, ഹല്ലേലൂയ. എങ്ങനെ ചീറ്റിച്ചാലും അകത്തുള്ള ആ ചുമന്ന കളറുള്ള ആ കറുത്ത കളറുള്ള ആ വൃത്തികെട്ട ദ്രാവകം വെളിയിലിറങ്ങും. നമ്മുടെ അകത്ത് എന്താണോ, മനസ്സിൽ എന്താണോ, അതനുസരിച്ച് നമ്മുടെ കയ്യും കാലും വായും ചലിക്കും. മനസ്സിലായി? ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ അതിനെ സംസാരിക്കുന്നത് എന്റെ കണ്ടുപിടുത്തമല്ല, യേശുവിന്റെ കണ്ടുപിടുത്തമാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അകത്ത് സുവിശേഷം ഉണ്ടോ, കൈകളും കാലുകളും വാകളും എല്ലാം സുവിശേഷത്തിന് വേണ്ടി ചലിക്കും. അകത്ത് സുവിശേഷം ഇല്ലേ, ലോകമാണോ, എല്ലാ കൈകളും കാലുകളും എല്ലാം ലോകത്തിന് വേണ്ടി ചലിക്കും. അവനവൻ തന്നെ ചെക്ക് ചെയ്താൽ മതി, എന്റെ കൈയും കാലും വായൊക്കെ എന്തിനു വേണ്ടിയാ ചലിക്കണേ എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി എന്റെ കൽപ്പന, എന്റെ സുവിശേഷം അറിയിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഇപ്പോ പോകാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പോകാൻ. ഇതാ അതിനുള്ള മാർഗങ്ങളല്ലേ ഇതാ പബ്ലിക് നെറ്റ്വർക്സിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഒരുമിച്ച് പോകണം, ഒരുമിച്ച്. ഗ്ലോറി, ഹല്ലേലൂയ. അന്ന് അദ്ദേഹത്തോട്, ആ പാസ്റ്റർ ബാബു ചെറിയാനോട് ഞാൻ പറഞ്ഞ കാര്യം, ലോകത്തിന്റെ അവിടെ ഇവിടെ ചിലരൊക്കെ വളരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ വളരുന്നുണ്ട്. എന്നാൽ വളരെ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഇതാ മറ്റുള്ളവർ വളരുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് ഇടയാവുന്നുണ്ട്. ഹല്ലേലൂയ. ഓ ലോർഡ്, ഐ ലവ് യു. ഇതാ നിങ്ങൾക്ക് ചിത്രം കാണാം സ്ക്രീനില്. ഈ വളർന്നിരിക്കുന്നത്, വളർന്നിങ്ങനെ നിൽക്കണ ആരാന്നറിയാമോ? നമ്മളുടെ കാന്തനായ യേശു. നമ്മുടെ കാന്തനായ യേശു. യേശുവിന്റെ തലയോളം നമ്മൾ വളരണം. ആ മനസ്സ് പ്രാപിച്ച് യേശുവിന്റെ തലയോളം വളരണം. ഇതാ മിനിസ്റ്റർ ആയിരിക്കുന്ന എന്റെ വളർച്ച ഓരോ ദിവസവും ആ യേശു ക്രിസ്തു എന്നെ വളർത്തുക, മുകളിലേക്ക് വളർത്തുകയാ. എന്നാൽ ഇതാ ശുശ്രൂഷിക്കുന്ന ജനങ്ങളിൽ അനേകം പേര് മുളച്ചു നിൽക്കുന്ന. കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരൻ ജോസ്ബർ നമ്മുടെ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ അതുകൊണ്ട് അദ്ദേഹം കൊണ്ട് കുറച്ച് പയറൊക്കെ കൊണ്ട് നട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ചോദിച്ചു, ജോസ്ബേറെ ഇതെന്താ നട്ടതുപോലെ തന്നെ നിൽക്കണേ, ഇതൊന്നും പൊങ്ങിയിട്ടില്ലല്ലോ. മനസ്സിലായോ? അതേപോലെയാണ് ഇത് കണ്ടത്. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുക നട്ടതുപോലെ. ഇതാ ലോകത്തിന്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ ഓരോരുത്തരും പൊങ്ങുന്നുണ്ട്. ഒന്ന് മസ്കറ്റിൽ പൊങ്ങി, ഹല്ലേലൂയ. ചിലത് ഒന്ന് ദുബായി പൊങ്ങി, ഒന്ന് റാസക്കൈമ പൊങ്ങി. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ പൊങ്ങനുണ്ട്. ഗ്ലോറി, അല്ല ബാക്കിയെല്ലാം നട്ടതുപോലെ അങ്ങ് ഇരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മൾ ഈ ഭൂമിയിലെ കുടുംബം വിടാൻ പോവുക. ഗ്ലോറി, ഹല്ലേലൂയ. ഭൂമിയിലെ കുടുംബം വിടാൻ പോവുകയാണ്. നമ്മുടെ മരണത്തോടുകൂടെ ഇവിടെയുള്ള ബാങ്ക് അക്കൗണ്ടും കഴിഞ്ഞു, ഇവിടെയുള്ള സകല കാര്യവും കഴിഞ്ഞു, ഇവിടെയുള്ള സകല സാധനങ്ങളും, നിങ്ങളുടേതായ പുരയിടവും നിങ്ങളുടേതായ ബിസിനസ്, നിങ്ങളുടേതായ ബാങ്ക് അക്കൗണ്ട് എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബോഡിയുടെ പേരിലല്ലേ അല്ലേ? രജിസ്റ്റർ ഓഫീസിൽ ഇട്ടേക്കണേ. അത് ഇപ്പൊ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അറിയാം? ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കണത് വന്നപ്പോ മുതൽ തുടങ്ങിയതാ, എന്റേതാണ്, അതെന്റേതാണ്, ഇതെന്റേതാണ്. ഒരു ദിവസം മിണ്ടൂല. കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയതാ എന്റേതാന്നും പറഞ്ഞ്. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാം. തുടങ്ങി. ഓൾ തിങ്സ് ആർ ഗോഡ്സ്, ഐ ആം ഓൺലി എ സ്റ്റുവാർഡ്. ഇത് സൈലന്റ് ആയിരുന്നു. ഈ കുഞ്ഞ് ഇവിടെ ജനിക്കും. ഇത് ബർത്ത്ഡേ, ഇത് ഡെത്ത് ഡേ. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സൈലന്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ ഒരു സ്വരോടെ കേൾക്കാനേ ഉണ്ടായിരുന്നില്ല. ഇതാ ജനിച്ച നാള് മുതൽ തുടങ്ങി, കളിപ്പാട്ടത്തിൽ തുടങ്ങിയതാ. ഇതെന്റേതാണ്. സൈക്കിള് മേടിച്ചപ്പോ എന്റേതാണ്. കാറ് മേടിച്ചപ്പോ എന്റേതാണ്. ഈ പുരയിട ഇത് എന്റേതാണ്. ഈ വീട് ഇത് എന്റേതാണ്. ഈ ഫാക്ടറി ഇത് എന്റേതാണ്. ഇറ്റ്സ് മൈൻ. സൈലന്റ്. തീർന്നു. ഇപ്പോ അവനൊരു അവകാശമില്ല. പറയാൻ വാങ്ങിയാലേ പറയുള്ളൂ. മനസ്സിലായോ? ജനിക്കുന്നതിന് മുമ്പ് സൈലന്റ് ആയിരുന്നു,
ഇവിടെ ഇറങ്ങിയപ്പോ തുടങ്ങിയതാ എന്റേതാ. അതോടുകൂടെ ഒരു ദിവസം പിന്നെ ആ പരിപാടി സ്റ്റോപ്പായി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, ഇതുപോലെ ഒരു ബുദ്ധിയില്ലാത്ത അവസ്ഥയിലാകരുത്. പകരം ഇതൊന്നും നമ്മുടേതല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെതാ. നമ്മളെ അല്പകാലത്തേക്ക് കാര്യസ്ഥത ചെയ്യുവാൻ വേണ്ടി നമ്മുടെ കൈ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബോഡിയും നമ്മുടേതല്ല, ഈ ബോഡി ദൈവത്തിൻ്റെതാ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ അല്പകാലം ഭൂമിയിലായതുകൊണ്ട് കുഞ്ഞെ ഈ ബോഡി തന്നു വിട്ടതാ. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ബോഡി വേണോ? ചന്ദ്രനിൽ പോകണമെങ്കിൽ സ്പേസ് ഷൂട്ട് വേണോ? കടലിലേക്ക് മൂളിയിട്ട് ഇറങ്ങണമെങ്കിൽ സ്വിം ഷൂട്ട് വേണം. ഇതേപോലെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എർത്ത് ഷൂട്ട് വേണോ? അതിനുവേണ്ടി തന്നതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട്. എന്നാൽ ചതിക്കുന്ന ചതിയനായ പിശാച് ഇവിടെ നമ്മുടെ ദർശനം, ആ കാന്തയുടെ ദർശനം ഈ ലോകത്തിലേക്ക് മാറ്റി. കാന്തനിലേക്കല്ല, ലോകത്തിലേക്ക്. ഇതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ ഭയപ്പെടുകയാ. ആ കാന്തനോടുള്ള ഏകാഗ്രത വിട്ടിട്ട് ഇതാ നിങ്ങളുടെ ഏകാഗ്രത, ഇതാ ഹവ്വയുടെ ഏകാഗ്രത ആ പഴത്തിലേക്ക് പോയതുപോലെ നിങ്ങളുടെ ഏകാഗ്രത ലോകത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഭയപ്പെടുകയാ. ഗോറെ ആ ദിവസം ഭയപ്പെടുന്നുണ്ട്. ഒരിക്കലും ഒരു ആരമ്മച്ചി, ഏതമ്മച്ചിയാന്ന് ഓർക്കണില്ല, പറയണേ, എന്റെ മോന്റെ പോക്ക് കണ്ടിട്ട് എനിക്കും ഭയ, എന്റെ മോന്റെ പോക്ക് കണ്ടിട്ട് എനിക്കും ഭയ. എന്തുകൊണ്ടാ അമ്മച്ചി ഭയപ്പെട്ടെ? അടുത്ത വീട്ടിൽ ചേച്ചിക്ക് ഒരു ഭയമില്ലല്ലോ. അടുത്ത വീട്ടിൽ ചേച്ചിക്ക് വലിയ സന്തോഷം ആ പോക്ക് കണ്ടിട്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പോക്ക് കണ്ടിട്ട് ഭയപ്പെടുന്ന വല്ല ദൈവദാസന്മാരും ഉണ്ട് എങ്കിൽ പ്രിയരെ, അവരോട് ചേർന്ന് നിന്നോ. അവരാ അമ്മയോട് തുല്യമായിട്ട് നിൽക്കുന്നവരാ. മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് പറയും, ഞാൻ എരിയുക. മാത്രമല്ല ഞാൻ ഭയപ്പെടുകയാ നിങ്ങളുടെ ഈ പോക്ക് കണ്ടിട്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, പൗലോസ് പറഞ്ഞ പോലെ പറയാൻ നമുക്ക് കഴിയണം. എനിക്ക് ജീവിക്കുന്നത് ഞാൻ ആർക്ക് വേണ്ടിയാണെന്നറിയോ ജീവിക്കുന്നത്? എന്റെ കാന്തന് വേണ്ടിയാ. എനിക്ക് എന്റെ ജീവിതം ക്രിസ്തുവാ. ഹല്ലേലൂയ. അല്ലാതെ ലോകം പറയുന്നു എനിക്ക് എന്റെ ജീവിതം പണമാ. അങ്ങോട്ട് മാറിയാലും പണം, ഇങ്ങോട്ട് മാറിയാലും പണം, അങ്ങനെ ചെയ്താലും പണം, ഇങ്ങനെ ചെയ്താലും പണം, ഏതും പണം മാത്രം. പ്രിയ സഹോദരങ്ങളെ, പണം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. അത് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അല്ലാതെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നാൽ നമ്മുടെ ദൈവത്തെക്കാൾ, കാന്തനേക്കാൾ ഉപരി മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇതാ ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അറിയാമോ എബ്രാഹത്തിന് ടെസ്റ്റ് ചെയ്യുന്നത്? എബ്രാഹിം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പണത്തെ ഒന്നുമില്ല, പണം ഇഷ്ടം അതിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്റെ മകനെയായിരുന്നു. ദൈവം ടെസ്റ്റ് ചെയ്തു, നീ നിന്റെ മകനെയാണോ അതോ എന്നെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? എനിക്ക് വേണ്ടി നിന്റെ മകനെ കൊടുക്കാൻ തയ്യാറാണോ നീ? അബ്രഹാം അവിടെ ജയം പ്രാപിച്ചു. നമുക്ക് പലർക്കും പല ടെസ്റ്റുകളായിരിക്കും. ഹല്ലേലൂയ. ഹവ്വയുടെ മുമ്പിൽ വന്ന ആദത്തിന്റെ മുമ്പിൽ വന്ന ടെസ്റ്റിൽ ആദം തോറ്റുപോയി. ഹല്ലേലൂയ. ഹവ്വ വന്നു. ഇതാ ഹവ്വ പിശാചിനായി വീണു. ഹവ്വ വന്നു ആദത്തിന്റെ അടുക്കൽ, അച്ചാച്ച ദേ നോക്കിയേ. അച്ചാച്ചൻ നോക്കി. എങ്ങോട്ടാ? ഇതാ സഹോദരിയോട്ട് നോക്കി. സൃഷ്ടാവ് കൊടുത്ത ഗിഫ്റ്റാണ് ആര്? ഈ സഹോദരി. ദൈവം കൊടുത്ത ഗിഫ്റ്റാ. ഇപ്പോ പുള്ളിക്ക് ദൈവത്തെ വേണ്ട, ഗിഫ്റ്റിനെ മതി. ദൈവത്തെ വേണ്ട, ഗിഫ്റ്റിനെ മതി. വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു കൊടുത്തതാ ഇന്നത് ചെയ്യരുതെന്ന്. പലരുടെയും പല വ്യക്തികളുടെയും ജീവിതം, ആത്മീയ ജീവിതം താറുമാറാകുന്നത് വിവാഹത്തോട് ചേർന്ന താറുമാറാകുന്നത്. ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് നല്ല ആത്മീകരായിരുന്നു, കർത്താവിനോട് വളരെ പ്രയോജനപ്പെടുന്ന, എന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷം സൈലന്റ് ആകുകയാണ്. പലരും ഇതിൽ നിന്ന് വിട്ടുമാറുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഷാർജയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതാ. മാത്തുക്കുട്ടി പറഞ്ഞറിയാം. ഇതാ അദ്ദേഹം ഇവിടെ വന്നുകൊണ്ടിരുന്നു. ഇതാ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതാ ചില വിടുതലുകൾ എല്ലാം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ തുടർന്ന് അദ്ദേഹത്തെ സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി. എന്നാൽ ഇതാ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്നു. അതോടുകൂടെ അദ്ദേഹത്തെ പിന്നെ കാണാനേയില്ല. ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ നാം സ്നേഹിക്കണം. അവരെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോവാൻ, നമ്മുടെ കർത്താവിനോട് കൂടെ വാക്കുവാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ, നാം ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരാകണം. തിരിച്ചു വന്നാട്ടെ, ആ ടൈറ്റിലേക്ക് വന്നാട്ടെ. ദ ട്രൂ ചർച്ച്.
അപ്പൊ ട്രൂ ചർച്ച് എങ്ങനെ തിരിച്ചറിയാം? ട്രൂ ചർച്ച്, ഞാൻ ട്രൂ ചർച്ചിന്റെ ഭാഗമാണെന്ന് എങ്ങനെ അറിയാം? എനിക്ക് എന്റെ ഭർത്താവിന്റെ അതേ ദർശനമായിരിക്കും. ആമേ. എന്റെ കാന്തന്റെ അതേ ദർശനമായിരിക്കും. എന്റെ കൈകള് കാലുകൾ ചലിക്കുന്നത് എന്റെ കാന്തന് വേണ്ടിയായിരിക്കും. ക്രിസ്തുവിന്റെ ബോഡി അന്ന് എന്ത് ചെയ്തോ ആ ബോഡി തന്നെ ഈ ബോഡിയും ചെയ്യും. ആ ബോഡി തന്നെ ഈ ബോഡിയും ചെയ്യും. എങ്ങനെയെങ്കിൽ ഐ ആം ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല. ഗ്ലോറി, ഹല്ലേലൂയ. ക്രിസ്തു വരുന്നതിന് വേണ്ടിയാ, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കൊണ്ടുപോകാനാ. ഗ്ലോറി, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കൊണ്ടുപോകാനാ. ശ്രദ്ധിച്ച് കേൾക്കുക. ലോർഡ് ഐ ലവ് യു. എങ്ങനെയാ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലേക്ക് വരുന്നേ? ആ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. എങ്ങനെയാ നാം അതിലേക്ക് വരുന്നത് നിങ്ങൾക്കറിയാമോ? ഇവിടെയാണ് നാം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. ഭർത്താവിന്റെ ഹൃദയ ദർശനം ഭാര്യയ്ക്ക് ലഭിച്ചാണ്. നാം ഇന്നലത്തെ ബൈബിൾ ക്ലാസ്സിൽ മനസ്സിലാക്കി നാം എങ്ങനെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം മനസ്സിലാക്കി ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അപ്പൊ എങ്ങനെയാ സൃഷ്ടിച്ചത്? എങ്ങനെയാ? ഒന്ന് പറഞ്ഞേ, സൃഷ്ടിച്ചത് എങ്ങനെയാ? എല്ലാരും വാ തുറക്കുന്നില്ല. സൃഷ്ടിച്ചത് എങ്ങനെയാ? എനിക്കറിയാം നിങ്ങൾ വാ തുറക്കാത്തതിന്റെ കാരണം. ഞാൻ സത്യം പറയുള്ളൂ നീ വിചാരിച്ചിട്ട്. അത് സൃഷ്ടിച്ചപ്പോഴുള്ള കാര്യം, ഇപ്പോഴത്തെ കാര്യമല്ല. ഏമേ, സൃഷ്ടിച്ചപ്പോൾ നേരുള്ളവനായ സൃഷ്ടിച്ചത്. ഗ്ലോറി ടു ഗോഡ്. സഭാപ്രസംഗി 7-ാം അധ്യായം 29 അവിടെ പറയുകയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചേ? നേരുള്ളവനെ സൃഷ്ടിച്ചേ. പക്ഷെ ഇപ്പോഴോ അവിടെ എഴുതിയിരിക്കുക അവൻ സൂത്രങ്ങൾ അന്വേഷിച്ച്, സൂത്രക്കാരനാണ്. ഇപ്പോൾ സൂത്രങ്ങൾ അന്വേഷിച്ച് നടക്കുക. കണ്ടോ, ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ച് വരുന്നു. അപ്പൊ സൃഷ്ടിച്ചപ്പോ ആരായിരുന്നു? നേരുള്ളവനായിരുന്നു. ഇപ്പോൾ ആരാ? സൂത്രക്കാരനാണ്. മനസ്സിലായോ? അപ്പോ സൃഷ്ടിച്ചപ്പോ നേരുള്ളവന്, ഇപ്പോ സൂത്രക്കാരന്. എന്നാൽ ഭാവിയിൽ ദൈവനെ ആരാക്കാൻ ആഗ്രഹിക്കുന്നു? റോമാലേഖനം 8:29 ദൈവപുത്രനായ നമ്മുടെ കാന്തനായ യേശുവിനോട് തുല്യനാക്കാൻ ആഗ്രഹിക്കുന്നു. ഗ്ലോറി. റോമാലേഖനം 8:29 പറയുകയാണ് ഭാവിയിൽ നിന്നെ ആരാക്കാൻ ആഗ്രഹിക്കുന്ന അറിയാമോ? നമ്മുടെ കാന്തനായ യേശുവിനോട് തുല്യനാക്കാൻ ആഗ്രഹിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ, അതായത് തന്റെ പുത്രൻ യേശു അനേക സഹോദരന്മാരെ ആദിജാതനാകേണ്ടതിന് ആ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോ അതായത് ഭർത്താവിന്റെ ഹൃദയത്തോട്, ഭർത്താവിന്റെ ആ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ നിഷ്കളങ്കൻ, ഇതാ ഇപ്പോൾ സൂത്രക്കാരൻ, ഇതാ ഭാവിയിൽ ഒരു സൂത്രവും ഇല്ലാത്ത ദൈവപുത്രൻ യേശുവിനോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ സൂത്രക്കാരനെ യേശുവിനോട് അനുരൂപമാക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? സൂത്രക്കാരനെ യേശുവിന് അനുരൂപമാക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഹൃദയം മാറ്റണം. ഇപ്പത്തെ സൂത്രം പണി ചെയ്യുന്ന ഹൃദയം മാറ്റിയിട്ട് യേശുവിന്റെ അനുരൂപമായ ആ ഹൃദയം എടുത്തങ്ങ് വെക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതാ യേശുവിന്റെ വിഷനും യേശുവിന്റെ അനുരൂപതയൊക്കെ വരത്തുള്ളൂ. ഇതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25 പോലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. കേൾക്കുന്ന വചനം ആ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം അവിടെ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിട്ട്, അതായത് സൂത്രപ്പണിയുള്ള ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റിയിട്ട് അവിടെ മാംസളമായ ഒരു ഹൃദയം ഞാൻ തരും. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, ഈ ഒരു ശുശ്രൂഷ ഇപ്പൊ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷയിൽ ജനം മാറാത്തതിന്റെ കാരണം എന്താ? ഈ ശുശ്രൂഷയിലേക്ക് പോകാതെ അവർ ന്യായപ്രമാണത്തിന്റെ രീതിയിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലേക്ക് പോകുന്നില്ല. നിങ്ങൾ കണ്ടു എന്താ ന്യായപ്രമാണത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നത്? വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്. ചെയ്യാതിരുന്നാ മതിയല്ലോ. എന്റെ അകത്തൊന്നും ഇതൊന്നും പോകേണ്ട ഒരു ആവശ്യം ഇല്ല. ഇത് ചെയ്യാതിരുന്നാ മതിയല്ലോ. ഇതാ അങ്ങനെയുള്ള കൺട്രോൾ കൊണ്ട് ഇവർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് പുറമെ അപ്പിയർ ചെയ്യാം. പക്ഷെ അകത്ത് പഴയത് തന്നെയാണ്. ആർക്കൊരു മാറ്റമില്ല. എന്താ? ദൈവത്തിന്റെ ഇഷ്ടം അതല്ല, നമ്മുടെ ശുചീകരണമാണ്. നമ്മുടെ അകത്തുള്ള ഈ തിന്മയായ ചിന്തകൾ നമ്മൾ എടുത്ത് കളയുന്നതാ
ദൈവത്തിന്റെ ഇഷ്ടം. ആ ചിന്തയിൽ ഇതിലേക്ക് വന്നാട്ടെ, അല്ലെങ്കിൽ പിക്ചറിലേക്ക് വന്നാട്ടെ. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയം മാറ്റുന്ന പദ്ധതി, ലോഡ് ഐ ലവ് യു, ഓ ഹല്ലേലൂയ, അതിലേക്ക് അത് കടന്നു വന്നിട്ടില്ല. ശ്രദ്ധിച്ചാട്ടെ, നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയം മാറ്റുന്ന പദ്ധതിയിൽ നമ്മുടെ ഹൃദയം ഒരു വൃത്തികെട്ട ഒരു ജഡചിന്തകളാൽ മൂടപ്പെട്ടതായിട്ട് നാം കാണുവാനായിട്ട് റെഡിയായി. ഈ ജഡചിന്തകളാൽ മൂടപ്പെട്ട, ശ്രദ്ധിച്ചേ, ഈ ഗ്ലാസിന്റെ ഉള്ളിൽ വൃത്തികെട്ട വെള്ളം ചിന്തിക്കുക. ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ പബ്ലിക് കാണാതിരിക്കുവാൻ വേണ്ടി ഇതിനെ ഒരു തുണി ചുറ്റുന്നത് പോലെയാണ് ന്യായപ്രമാണം ചുറ്റുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു വ്യക്തിക്ക് തിന്മയായ പ്രവർത്തികൾ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ അത് വെളിപ്പെടാതിരിക്കുവാനായിട്ട് ഇതാ വ്യഭിചാരം ചെയ്യരുത്. അപ്പോ എന്തുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യാതിരിക്കുന്നേ? ഇത് പറഞ്ഞതുകൊണ്ടാ, പുറത്തുനിന്ന് പറഞ്ഞതുകൊണ്ടാ. ഇത് ശ്രദ്ധിച്ചാട്ടെ, ഇതേപോലെ കണ്ടോ, ദൈവം മനുഷ്യനെ നിഷ്കളങ്കനായി സൃഷ്ടിച്ചു, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കുപ്പിയിലെ വെള്ളം. എന്നാൽ അതിലേക്ക് ആദം മനസ്സമ്മക്കേട് കാണിച്ചപ്പോൾ ജഡത്തിന്റെ ചിന്തകൾ നിറഞ്ഞു. എന്നാൽ ഇങ്ങനെയാണ് ഓരോ കുഞ്ഞുങ്ങളും ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. നിഷ്കളങ്കരായിട്ടല്ല വരുന്നത്, ജനിച്ചു വീഴുന്ന പാപിയായിട്ടാ. ഇനി ഈ ലോകത്തിൽ വളരുമ്പോൾ ആ ദ്രാവകത്തിന്റെ നേരെ കറുത്തൊരു ദ്രാവകം വന്ന് നിറയുക. ഇതാണ് ലോകം, ഈ കറുത്ത ദ്രാവകം. ഇതെന്തിനാണെന്നറിയാമോ? ഈ ജഡചിന്തകൾ ഇവിടുന്ന് ഒരിക്കലും അവന്റെ ഉള്ളിൽ നിന്ന് പോകരുത്. അവന്റെ ഉള്ളിൽ നിന്ന് പോകാതെ അതിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ എന്താ ചെയ്തത്? ഈ ജഡചിന്തകളെ വെളിയിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് അതിനെ തടുക്കുവാൻ നിയമം കൊണ്ട്, ലോ കൊണ്ട് അവനെ അങ്ങ് പൊതിയുകയാണ്. ലോ കൊണ്ട് പൊതിഞ്ഞത് കൊണ്ട് ഒരു മനുഷ്യൻ ശുചീകരിക്കപ്പെടുന്നില്ല. അവന്റെ ഹൃദയത്തിലുള്ളതല്ല അവിടെ തന്നെ ഉണ്ട്, അതെങ്ങും പോകുന്നില്ല. പകരം ഹൃദയത്തെ കവർ ചെയ്യുകയാണ്. മനസ്സിലായോ? ഇതാ വൃത്തികെട്ട ഒരു ഉടുപ്പായിട്ടിരുന്നേ, അതിന്റെ മുകളിൽ ഒരു വെള്ള പട്ടുസാരി ചുറ്റിയത് കൊണ്ട് ഇതാ അകത്ത് എന്തെങ്കിലും മാറ്റപ്പെടുവോ? ഒന്നും മാറ്റപ്പെടുന്നില്ല, അകത്ത് അങ്ങനെ തന്നെ ഇരിക്കുക. ഇതേപോലെയാണ് ഈ പഴയ നിയമത്തിലെ ലോ ചുറ്റുമ്പോൾ അവസ്ഥ. എന്നാൽ കർത്താവിന്റെ വചനം പറയാ, ഈ ലോയുടെ കാലം സ്നാപക യോഹന്നാൻ വരെ ഉള്ളൂ. അന്ന് മുതൽ കാലം മാറി, ദൈവരാജ്യത്തിന്റെ കാലമാ. ഇനി മറയ്ക്കുന്ന കാലമല്ല, ഇനി നിന്നെ ശുചീകരിക്കുന്ന കാലമാ, നിന്റെ ഹൃദയത്തെ ശുചീകരിക്കുന്ന കാലമാ. ഗ്ലോറി ടു ഗോഡ്. നിന്നെ ആള് മാറ്റുന്ന കാലമാ. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ അതോടുകൂടി നീ വീണ്ടും ജനിച്ച ആ ക്രമീകരണമാണ് നിങ്ങളെ കാണുന്നത്. ഇതാ വീണ്ടും ജനിച്ച പുതിയ ആത്മാവ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ കാണുന്ന ഒരു ഗോലിയാണ്. തുടർന്ന് അതോടുകൂടെ വീണ്ടും ജനനത്തിൽ ഇതാ ശുശ്രൂഷ ആരംഭിക്കുക. എന്തിനാണെന്നറിയാമോ? ഇതാ ന്യായപ്രമാണം കൊണ്ട് പൊതിയാനല്ല, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്, ഡു ആൻഡ് ഡു നോട്ട്, ഡു ആൻഡ് ഡു നോട്ട് കൊണ്ട് പൊതിയാനല്ല. പകരം ഇതാ നമ്മുടെ അകത്തുള്ള തിന്മകളെ ഇതാ ഓരോ ആ ലോക സ്നേഹത്തെ ആദ്യം വെളിയിലേക്ക് ഇറക്കും. ലോകത്തിന്റെ വിഷനെ എടുത്ത് കളയും. ലോകത്തിന്റെ വിഷൻ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരു റെവലേഷനും കിട്ടത്തില്ല, ഒരു വെളിപ്പാടും കിട്ടത്തില്ല. ആകപ്പാടെ ബൈബിൾ വായിക്കാനേ കഴിയത്തുള്ളൂ, ഒരു വെളിപ്പാടും കിട്ടത്തില്ല. കാരണം ആ വ്യക്തി ഇരുട്ടിലാ വസിക്കണേ. എങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇരുട്ട് മാത്രമേ കാണത്തുള്ളൂ, ഇരുട്ടേ കാണത്തുള്ളൂ, ഒരു റെവലേഷൻ കിട്ടത്തില്ല. എന്നാൽ ലോകം നിങ്ങളുടെ ജീവിതത്തിൽ പോകുന്ന നിമിഷം നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പ്രകാശം കണ്ടു തുടങ്ങും. നിങ്ങൾ പ്രകാശം കണ്ടു തുടങ്ങും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ പ്രകാശത്തിൽ വസിപ്പിൻ, പ്രകാശത്തിൽ വസിപ്പിൻ. തുടർന്ന് ഓരോ നിമിഷവും ഇതുണ്ട്, ഈ ലിക്വിഡിന്റെ കളർ ഡിമ്മായി വരുന്നത് പോലെ ഹല്ലേലൂയ, നമ്മൾ ദൈവവചനത്തെ ഇംപ്ലാന്റഡ് വേർഡിലെ ശുചീകരണത്താൽ നമ്മൾ ഓരോ നിമിഷവും വളരെ വിശുദ്ധിയുള്ളവരായി ആ ക്രിസ്തുവിന്റെ അനുരൂപമായി തീരുവാനായിട്ട് ഇടയാകും. അങ്ങനെ ക്രിസ്തുവിന്റെ ഹൃദയം, മണവാളന്റെ ഹൃദയം മണവാട്ടി പ്രാപിക്കാനായിട്ട് ഇടയാകും. ഇങ്ങനെ പ്രാപിച്ചാലേ നമ്മുടെ കൈയും കാലും മണവാളിന് വേണ്ടി ചലിക്കത്തുള്ളൂ. അകം മാറിയാൽ മണവാളിന് വേണ്ടി ചലിക്കും. അകത്ത് ലോകമിരിക്കുമ്പോൾ, അകത്ത് ജഡമിരിക്കുമ്പോൾ ജഡമോഹത്തിനും ലോകമോഹത്തിനും ജീവിതത്തിന്റെ പ്രതാപത്തിനും വേണ്ടി ശരീരം ചലിച്ചുകൊണ്ടിരിക്കും, വായ ചലിച്ചുകൊണ്ടിരിക്കും, കണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കും, ചെവി കേൾക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അകം മാറിയാൽ പിന്നെ പുറം മാറാൻ ആരും പറയണ്ട, സകലതും ഓട്ടോമാറ്റിക്കാ. മനസ്സിലാവുന്നുണ്ടോ? പുറത്തെ നിയമം കൊണ്ടല്ല കൺട്രോൾ ചെയ്യപ്പെടുന്നത്, അകത്തെ നിയമം കൊണ്ടാണ് പിന്നെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. വേറെ രീതിയിൽ മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ചേ, ഇതാ
ലോ ആൻഡ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ലോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോ എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതെങ്ങനത്തെ ആയിരിക്കും അറിയാമോ? ഇതാ നമ്മുടെ കാലിന് ഒരു ചെറിയ ഒരു അസുഖം വന്നു, കാൽ അനക്കാൻ വയ്യ. ഉടനെ തന്നെ ഒരു സഹോദരൻ വന്നിട്ട് ഇതാ ഓയിൽമെന്റ് കേട്ടോ, നീ പെരട്ട് എമ്മേ, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇതാ കാലെ പെരട്ടി കൊടുത്തൊരു ബാൻഡേജ് ഒക്കെ ചുറ്റി വെക്കും. അങ്ങനെ ചുറ്റി വെക്കുന്നതാണല്ലോ അമ്മേ. ആ വ്രണം കാണാതെ ചുറ്റി വെക്കുന്ന പരിപാടിയാണ് ന്യായപ്രമാണം. മനസ്സിലായോ? അകത്തുള്ള തിന്മകൾ കാണാതെ ചുറ്റി വെക്കുകയാ. എന്നാൽ അതിനുശേഷം ഇതാ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു. ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു. അത് പുറത്തു ചുറ്റുന്ന പരിപാടിയല്ല, ഇത് പുറത്തു ചുറ്റുന്ന പരിപാടിയല്ല. ഇതിന്റെ അകത്ത് കഴിച്ചിട്ട് പ്രവർത്തനം അകത്തുനിന്ന് ആരംഭിക്കുകയാ, അകത്തുനിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാ. ആന്റിബയോട്ടിക് സംഭവിക്കുന്നത് ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇവന്റെ അകത്ത് ആ രോഗാണുക്കളെ നശിപ്പിക്കുന്ന അതിന് ശക്തി ഇതിന്റെ അകത്തുനിന്ന് പുറപ്പെടുകയാ, അകത്തുനിന്ന് ആരംഭിക്കുക. അങ്ങനെ അകത്തുനിന്ന് ഈ ശക്തി ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇത് വന്നിട്ട് ആ വ്രണത്തെ അങ്ങ് ഹീൽ ചെയ്യുമ്പോ പിന്നെ നിനക്ക് എന്ത് വേണ്ട? പുറത്തെ ഈ ബാൻഡേഡ് വേണ്ട. മനസ്സിലായോ? നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. അതിന് തക്കൊണ്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ഹൃദയം മാറ്റുന്ന ഒരു ശസ്ത്രക്രിയ നമ്മുടെ ഉള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ റൂമിൽ ഇതാ പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡോക്ടറായ യേശുവിന്റെ ആത്മാവ് എന്റെ നിങ്ങളുടെ ആത്മാവിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഒരു ശുശ്രൂഷയോടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ഒരു നേഴ്സിനെ പോലെ വളരെ നല്ല രീതിയിൽ ഇതാ ആ പരിശുദ്ധാത്മാവിന് ഒരു സഹായിയായി കൂടെ നിൽക്കണം. എന്തിനാ പരിശുദ്ധാത്മാവിന്റെ സഹായി? പരിശുദ്ധാത്മാവിന് നമ്മളെ പോലെ ഒരു ബോഡി ഇല്ല. ഹീസ് എ person without body. എന്നാൽ നമ്മൾ ആരാണ്? we are persons with body. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുവാനായിട്ട് കഴിയും, നമ്മുടെ അകത്തളങ്ങളിൽ ചെയ്യുവാനായിട്ട് കഴിയും. ഗ്ലോറി. ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. മനസ്സുള്ള ട്രൂ ഭാര്യയായിട്ട് ജീവിക്കണം. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഭാര്യമാരാരെങ്കിലും യഥാർത്ഥ ഭാര്യയായിട്ട് ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം, ക്രിസ്തുവിന്റെ ഭാര്യ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഭാര്യയായിട്ട് ജീവിച്ച് അവരെയും കൂടെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങൾ പറയുന്നത് ബൈബിളിലുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടല്ലോ. പറഞ്ഞിരിക്കുന്ന ഭാര്യമാരെ കുറിച്ചാ. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാ അത് ചെയ്തുകൂടാ? ദൈവത്തിന്റെ വചനം പറയാ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വചനപ്രകാരം നല്ലൊരു ഭാര്യയാകണം. അങ്ങനെ നിങ്ങളുടെ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ, ബൈബിൾ വേണ്ട, വായിക്കും മനുഷ്യ ചെയ്യും മനുഷ്യ, അതൊന്നും വേണ്ട, ഇതല്ലാതെ അവർ ദൈവത്തോട് ചേർന്ന് വരും. ഇനി തിരിക്കുക, നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരുടെ ഭാര്യയാകാൻ പോകരുത്. പകരം നിങ്ങൾ ക്രിസ്തുവിന്റെ ഭാര്യയായി കാണിച്ചു കൊടുക്കണം. ക്രിസ്തുവിന്റെ ഭാര്യയായി കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവർക്ക് നല്ല ഭാര്യമാരായി ചേരുവാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എങ്ങനെയാ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ പ്രവർത്തിക്കേണ്ടത്? ഭർത്താവിന്റെ അതേ വിഷൻ. ഹല്ലേലൂയ. എന്നാൽ സഹോദരിമാരുടെ യഥാർത്ഥത്തിൽ അവരുടെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? അവര് പറയുന്നത്, എന്റെ ഭർത്താവിന്റെ വിഷം ഞാൻ ഏറ്റെടുത്താൽ ഞാനും കൂടി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സഹോദരന്മാര് ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ യഥാർത്ഥ വിഷൻ ഏറ്റെടുത്തോളണം. ക്രിസ്തുവിന്റെ ദർശനം അവരവർ ഏറ്റെടുത്തോളണം. ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റ് മൂവ് ചെയ്യാൻ ഇടയാകണം. അത് ഒരുമിച്ച് ക്രിസ്തുവിന്റെ ദർശനം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ. വേറെ ഒരു ദർശനവും ഇല്ല. ഭാര്യയും ഭർത്താവും എല്ലാം ജീവിക്കുന്നത് ഒരേ ഇഷ്ടത്തിന് വേണ്ടി മാത്രം. ഇന്നത്തെ വിവാഹ ജീവിതത്തിന്റെ പർപ്പസ് പോലും ജനത്തിന് അറിഞ്ഞുകൂടാ. വിവാഹ ജീവിതത്തിന്റെ പർപ്പസ്. ഗ്ലോറി. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഡെയിലി SMS എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പ്രിയ ബീന സിസ്റ്റർ പറയുകയായിരുന്നു, ഇത് എല്ലായിടത്തും അങ്ങ് പറയണം. ഇത് പറയാഞ്ഞിട്ടല്ല, ആളുകൾ ശ്രദ്ധിക്കണില്ല, അവരറിയുന്നില്ല എന്തിനാ വിവാഹ ജീവിതത്തിന്റെ പർപ്പസ്. വിവാഹത്തിന് പോലും വിവാഹ ജീവിതത്തിന്റെ പർപ്പസ് പറയുന്നില്ല. ഇതാ മേരി ആകുന്ന നിന്നെ ഞാൻ എന്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കുന്നു. മരണം നമ്മളെ വേർപെടുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ജീവിതത്തിന്റെ ഏത് വേളകളിലും നിന്നെ സ്നേഹിച്ചോ നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന് ദൈവത്തിന്റെ സഭയുടെയും മുമ്പാകെ ഞാൻ സമയം ചെയ്യുന്നു. കൊള്ളാം, നല്ല കാര്യം. പക്ഷെ നീ എന്തിനാ സ്വീകരിച്ചേ? വാട്ട് ഈസ് എ പർപ്പസ്? പർപ്പസ് ഇല്ല. തിരിച്ച് ഇതാ ഭാര്യ പറയുമ്പോൾ അതിന് പർപ്പസ് ഇല്ല. എന്തിനാ സ്വീകരിച്ചേ? അപ്പൊ ആകപ്പാടെ യുവാവിന്റെ യുവതിയുടെ മനസ്സിൽ ഒറ്റ കാര്യം തെളിയുന്ന സെക്സ്. വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ദൈവം ആദ്യ വിവാഹം നടത്തിയ ദൈവം എന്തിനു വിവാഹം നടത്തിച്ചെന്നറിയാമോ? ആ പർപ്പസ് അറിഞ്ഞുകൂടാ. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോ നമുക്ക് അവിടെ കാണാൻ പറ്റും. ദൈവം ഉൽപ്പത്തി 2:7 ആദത്തെ സൃഷ്ടിച്ചു. ഭൂമിയിലെ പൂഴിയെടുത്ത് തന്റെ ശ്വാസം ഊതി
ആദത്തെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിന് ശേഷം ഇതാ അവന് വീടുണ്ടാക്കി കൊടുത്ത ആരാന്നറിയാമോ? ദൈവം. വളരെ നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി, അതായിരുന്നു അവന്റെ വീട്. അവനെ അവിടെ കൊണ്ട് ആക്കി. അവന് ജോലി കൊടുത്തു. 2:15 അവന് ജോലി കൊടുത്തു. ഈ ഉണ്ടാക്കിയപ്പോ ആരില്ല? ഹവ്വയില്ല. വീട്ടിൽ കൊണ്ട് താമസിച്ചപ്പോ ആരില്ല? ഹവ്വയില്ല. ജോലി കൊടുത്ത് 2:15 ആരില്ല? ഹവ്വയില്ല. മനസ്സിലായോ? തോട്ടം കാക്ക, തോട്ടത്തിൽ വേല ചെയ്യുക. തുടർന്ന് ദൈവം കാണുകയാ, ഇവന് ഓൾറെഡി പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞു. തുടർന്ന് ദൈവം കാണുകയാ, ഇവൻ ഇങ്ങനെ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഏകനായിരിക്കുന്നത് നല്ലതല്ല. ആർക്ക് തോന്നി? ദൈവത്തിന് തോന്നി ഇവനൊരു സഹായി ആവശ്യമാണ്. സഹോദരിമാരെ, നിങ്ങളുടെ നിർമ്മാണത്തിന്റെ കാരണം തന്നെ ഒരു സഹായമാണ്. ഒരു സഹായി ആവശ്യമാണ്. നിങ്ങൾ ആ സഹായി ആയി തീർന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി തീരുക. നിങ്ങളെ നിർമ്മിച്ചത് തന്നെ ഒരു സഹായത്തിന് വേണ്ടിയാണ്. എന്തിനാ സഹായം? ഒരു പ്രൊജക്ട് ഉള്ളത് കൊണ്ടാണ് ഒരു സഹായം. ഒരു പ്രൊജക്ട് ഉള്ളത് കൊണ്ടാണ് സഹായം. സഹോദരങ്ങളെ, നിങ്ങൾ ആ ദൈവത്തിന്റെ പ്രൊജക്ട് മനസ്സിലാക്കാതെ നിങ്ങളുടെ ഇന്ന് തുടങ്ങി നാളെ തീരുന്ന പ്രൊജക്റ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെ താഴ്ന്ന ലെവലിലാണ്. വളരെ താഴ്ന്ന ലെവലില്ല. പകരം ആ ക്രിസ്തുവിന്റെ പ്രൊജക്ട് നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ നിങ്ങൾ ഉയർന്ന ലെവലില്ല. അപ്പോൾ പ്രിയരെ, ഇതാ വിവാഹത്തിന്റെ ഉദ്ദേശം. എന്നിട്ട് ദൈവം ഹവ്വയെ ഉണ്ടാക്കുകയാണ്. വിവാഹത്തിന്റെ ഉദ്ദേശം എന്നറിയാമോ? ദൈവം ആദത്തിനെ ഏൽപ്പിച്ച പ്രൊജക്ട് ഏറ്റവും നല്ല രീതിയിൽ പോകണം. നിങ്ങൾ ഒരുവൻ 1000 ഓടിക്കുന്നുവെങ്കിൽ ഇരുവൻ 10,000 ഓടിക്കും. ഗ്ലോറി, അതിന്റെ സ്പീഡ് വർദ്ധിക്കും. അതിന്റെ സ്പീഡ് വർദ്ധിക്കും. എന്നാൽ ഇന്നത്തെ വിവാഹത്തിന്റെ സാഡ് നേച്ചർ പറയട്ടെ, പർപ്പസ് ഇല്ലാതെ വിവാഹം കഴിക്കുന്നു. വെറും സെക്ഷൽ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതോടുകൂടെ അനേകരുടെ ജീവിതത്തിൽ ഇതാ 10 ഇരട്ടിയായിട്ട് കൂടേണ്ട പ്രൊജക്ടിന്റെ ശക്തി ഇതാ 100 മടങ്ങായിട്ട് അല്ലെങ്കിൽ 10 മടങ്ങായിട്ട് കുറയുന്നു. അത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആകുന്നു. അങ്ങനെയാകരുത്. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട്. വിശുദ്ധ വേദപുസ്തകം എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് അകത്ത് വസിക്കുന്നുണ്ട്. വേറെ അത് വായിക്കേ, അതനുസരിച്ച് ജീവിക്കേ. നമ്മുടെ പ്രൊഡക്ഷൻ മാനുവലും നമ്മുടെ യൂസേജ് മാനുവലും നമ്മുടെ സർവീസ് മാനുവലും ഒക്കെയാ വിശുദ്ധ വേദപുസ്തകം. അത് വായിച്ച് ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാക്കുക. ഇന്ന് കുഞ്ഞെ നിന്നെ സഹായിക്കുവാൻ നിന്റെ ചുറ്റും നിൽക്കുന്ന നിന്റെ കൂട്ടുകാരൊന്നും നാളെ ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞാനും നിങ്ങളും നഗ്നമായി നിൽക്കേണ്ട ചില ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവുക. അവനവൻ ശരീരത്തിലിരിക്കുമ്പോ ചെയ്തത് ഗ്രൂപ്പായിട്ട് അല്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് ഡിനോമിനേഷനായിട്ട് അല്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് അവനവൻ ഏകനായിട്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ട നാളുകൾ വരും. അന്ന് കൂട്ടത്തിൽ നോക്കുമ്പോ ഭാര്യയില്ല, ഭർത്താവില്ല, ചുറ്റുമില്ല, പാസ്റ്ററില്ല, അച്ഛനില്ല, കപ്പ്യാരില്ല, ആരുമില്ല. അവനവൻ ഏകനായി നിൽക്കുമ്പോ കുഞ്ഞാ നീ എന്തും മറുപടി പറയോ? എന്തും മറുപടി പറയോ? ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, എല്ലാം കോരിപ്പിടിക്കാൻ ആളുണ്ട്, വാദിക്കാൻ ആളുണ്ട്. നാളെ ആര് നിനക്ക് വേണ്ടി വാദിക്കും? വാദിക്കാനുള്ളവൻ നിന്റെ അകത്തുണ്ട്. ഇന്ന് നീ അവനെ പ്രീതിപ്പെടുത്തുമെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നാളെ നിന്റെ ഭാവി ശുഭമായിരിക്കും. നിന്റെ ഭാവി ശുഭമായിരിക്കും. ആ മണവാട്ടിയെ ചേർക്കുവാൻ യേശു മണാളം വരുന്നുണ്ട്. എന്നെയും നിങ്ങളെയും വിശ്വസ്തരായി കാണുമോ? യേശുവിന്റെ നാളിൽ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വചനം ചോദിക്കാം, വിശ്വാസം കണ്ടെത്തുമോ? പറയണ കർത്താവേ, എന്നെ അങ്ങ് കാണും വിശ്വസ്ത ഭാര്യയായി, അങ്ങയുടെ ബോഡിയായി.